celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. അരനൂറ്റാണ്ടിലധികമായി നിലനിൽക്കുന്ന ന്യൂയോർക്കിലെ ഏറ്റവും പുരാതന സംഘടനയായ കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക് അതിൻ്റെ 52ാമത് കുടുംബ സംഗമവും വാർഷിക ഡിന്നറും അതിവിപുലമായി നടത്തിയത് ഏവർക്കും അവിസ്മരണീയമായി. പ്രശസ്ത മലയാള സാഹിത്യ എഴുത്തുകാരൻ സന്തോഷ് കുമാറിന്റെ മഹനീയ സാന്നിധ്യം പങ്കെടുത്ത ഏവർക്കും സന്തോഷകരമായി. സമാജം കുടുംബാംഗങ്ങളുടെ സംഗമം ഏവർക്കും മുൻകാല സ്മരണകൾ പങ്കിടുവാനുള്ള വേദിയായി മാറുകയും ചെയ്തു. സമാജത്തിന്റെ 52ാമത് പ്രസിഡന്റായ CB ഡേവിഡിന്റെ അധ്യക്ഷതയിൽ കൂടിയ ഔദ്യോഗിക യോഗത്തിൽ സെക്രട്ടറി സജി എബ്രഹാം, ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ സണ്ണി പണിക്കർ, ട്രഷറർ വിനോദ് KRK, വൈസ് പ്രസിഡന്റ് മേരി ഫിലിപ്പ്, ജോയിന്റ് സെക്രട്ടറി ജോസി സക്കറിയ, മുഖ്യാതിഥി മലയാള സാഹിത്യത്തിലെ ആനുകാലിക എഴുത്തുകാരനായ സന്തോഷ് കുമാർ എന്നിവർ വേദി പങ്കിട്ടു. കുടുംബസംഗമത്തിന് എത്തിച്ചേർന്ന നിറഞ്ഞ സദസ്സിനെ അഭിസംബോധന ചെയ്ത പ്രസിഡന്റ് CB കഴിഞ്ഞ ഒരു വർഷത്തെ തന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് സമാജത്തിലെ എല്ലാ അംഗങ്ങളും ചെയ്തു തന്ന പിന്തുണയ്ക്കും സഹകരണത്തിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി. കഴിഞ്ഞ 51 വർഷം കേരളത്തിന്റെ സംസ്കാരം കാത്തുസൂക്ഷിച്ച് ഈ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവന്ന പ്രഗത്ഭരായ നേതാക്കളുടെ പിന്തുടർച്ചക്കാരനായി 52ാമത് പ്രസിഡന്റായി സമാജത്തെ നയിക്കുവാൻ എന്നെ ചുമതലപ്പെടുത്തിയ എല്ലാ അംഗങ്ങൾക്കും നന്ദി അർപ്പിക്കട്ടെ. മലയാളി സംസ്കാരം നിലനിർത്തുന്ന ഈ സംഘടനയിലെ വ്യക്തികൾ തമ്മിൽ മുമ്പുണ്ടായിരുന്ന അടുപ്പം ഇപ്പോൾ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. ഒരുപക്ഷെ ആദ്യകാലങ്ങളിൽ 1-2 മലയാളി സംഘടനകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് ഡസൻ കണക്കിന് സംഘടനകൾ രൂപീകരിക്കപ്പെട്ടതിനാൽ അംഗങ്ങൾ പല സംഘടനകളിലായി ചിതറിപ്പോയതായിരിക്കാം അല്പം അംഗത്വം സാന്നിധ്യത്തിന്റെ ശോഷണത്തിന് കാരണമായത്. എന്തായാലും ഈ ആദ്യകാല സംഘടനയുടെ സാംസ്കാരിക മൂല്യം കാത്തു സൂക്ഷിച്ച് മുമ്പോട്ട് പോകുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സാംസ്കാരിക സംഘടനയുടെ 2024 വർഷത്തെ അവസാനത്തെ വാർഷിക ഡിന്നർ മീറ്റിംഗിൽ യുവ മലയാള സാഹിത്യകാരനായ സന്തോഷ് കുമാറിനെ ലഭിച്ചത് നമ്മുടെ ഭാഗ്യമാണ്. ഏവർക്കും നന്ദിയും ആശംസകളും ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസിഡന്റ് CB പ്രത്യാശ പ്രകടിപ്പിച്ചു. മുഖ്യാതിഥി സാഹിത്യകാരനായ സന്തോഷ് കുമാർ കഴിഞ്ഞ ഒരു മാസക്കാലമായി അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുവാനും ഇവിടെയുള്ള മലയാളികളുടെ ജീവിത ശൈലികൾ കണ്ടു മനസ്സിലാക്കുവാനും ലഭിച്ച അവസരങ്ങൾ ജീവിതത്തിലെ ഭാഗ്യമായി കണക്കാക്കുന്നുവെന്ന സംതൃപ്തി തന്റെ മുഖ്യ പ്രഭാഷണത്തിൽ പ്രകടിപ്പിച്ചു. ഏത് രാജ്യത്ത് ചെന്നാലും അവിടുത്തെ സാഹചര്യങ്ങളുമായി അലിഞ്ഞു ചേർന്ന് ജീവിക്കുവാനും അവരുടെ സംസ്കാരവുമായി ഇഴുകിച്ചേരുവാനും മലയാളികൾ പ്രാപ്തരാണ്. അതിന് ഉദാഹരണമായി ഒരു കഥ പറയാം. 8ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ ഇറാനായ പേർഷ്യയിൽ പീഡനം അനുഭവിച്ചിരുന്ന കുറെ പാഴ്സികൾ പായ്ക്കപ്പൽ കയറി ഇന്ത്യൻ തീരത്ത് എത്തിച്ചേർന്നു. ഗുജറാത്തിന്റെ തീരപ്രദേശമായ സൻജാൻ എന്ന ഗ്രാമത്തിൽ അവരുടെ പായ്ക്കപ്പൽ എത്തിയപ്പോൾ ആ ഗ്രാമത്തിലെ ഹിന്ദു രാജാവിനോട് അവർക്ക് അഭയം തരണമെന്ന് ആംഗ്യഭാഷയിൽ അഭ്യർത്ഥിച്ചു. അവരുമായി സംവാദിക്കുവാൻ ഭാഷ ആവശ്യമില്ലാതിരുന്ന നാട്ടുരാജാവ് ഒരു ഗ്ലാസ്സിൽ തുളുമ്പി നിൽക്കുന്ന രീതിയിൽ ഒരു കപ്പ് പാൽ അവർക്ക് കൊടുത്തുവിട്ടു. ഒരു തുള്ളി പാല് പോലും ഇനി ആ കപ്പിൽ ഉൾക്കൊള്ളുവാൻ സാധ്യമല്ല. അതിനാൽ ആ പ്രദേശത്ത് അവരെ ഉൾക്കൊള്ളുവാൻ തീരെ സ്ഥലമില്ല എന്നതിൻ്റെ സൂചകമായി പാഴ്സികളെ അറിയിച്ചു. എന്നാൽ പാഴ്സികളുടെ നേതാവ് ഒരു സ്പൂൺ പഞ്ചസാര എടുത്ത് കപ്പ് തുളുമ്പി നിന്ന ആ പാലിലേക്ക് സാവധാനമിട്ടു. ഒരു തുള്ളി പാൽ പോലും കപ്പിൽ നിന്നും വെളിയിലേക്ക് തുളുമ്പി പോകാതെ ആ പഞ്ചസാര ആ പാലിൽ അലിഞ്ഞു ചേർന്നു. ഞങ്ങളും
നിങ്ങളോടൊപ്പം ഇഴുകിച്ചേർന്നുള്ള സാഹചര്യത്തിൽ ജീവിച്ചു കൊള്ളാമെന്നാണ് പാഴ്സി നേതാവ് ആ നാട്ടുരാജാവിനെ അറിയിച്ചത്. അങ്ങനെ പാഴ്സികൾക്ക് അവിടെ അഭയം നൽകുകയും അവർ ആ സാഹചര്യവുമായി പഞ്ചസാരപ്പാലിൽ അലിഞ്ഞു ചേർന്നതുപോലെ അലിഞ്ഞു ജീവിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. പിന്നീട് ഇന്ത്യയിലെ വമ്പൻ ബിസിനസ്സുകാരായ ടാറ്റ, ഗോദ്രേജ്, വാഡിയ, പിസ്ട്രി തുടങ്ങിയവർ അന്ന് അഭയാർത്ഥികളായി ഗുജറാത്ത് തീരത്തെത്തിയ പാഴ്സി കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. അതേപോലെയാണ് അമേരിക്കൻ മലയാളികളും. അവിടെ അവരും ചെന്നു ചേരുന്ന ആ സാഹചര്യങ്ങളിൽ അലിഞ്ഞു ചേർന്ന് ജീവിക്കുവാൻ കഴിവുള്ളവരാണ്. അതിൽ അഭിമാനിക്കുന്നുവെന്ന് സന്തോഷ് കുമാർ അഭിമാനത്തോടെ പറഞ്ഞു. സമാജത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് കഴിഞ്ഞ 1 വർഷം വിജയപ്രദമായി പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും ട്രസ്റ്റി ബോർഡ് ചെയർമാൻ സണ്ണി പണിക്കർ മുക്തകണ്ഠം പ്രശംസിച്ചു. വാർഷിക ഡിന്നർ മീറ്റിംഗിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സുവനീറിന്റെ പ്രകാശനം മുഖ്യ സ്പോൺസറും ഹാനോവർ ബാങ്ക് ഡയറക്ടറുമായ വർക്കി എബ്രഹാം, മറ്റൊരു സ്പോൺസറായ എബ്രഹാം ഫിലിപ്പ് CPIക്ക് കോപ്പി നൽകി നിർവഹിച്ചു. സുവനീർ ചീഫ് എഡിറ്റർ ലീല മാരേറ്റ് സുവനീർ പ്രകാശന ചടങ്ങിൽ സന്നിഹിതയായി. വൈസ് പ്രസിഡന്റ് മേരി ഫിലിപ്പ്, സെക്രട്ടറി സജി എബ്രഹാം എന്നിവർ മാസ്റ്റർ ഓഫ് സെറിമണിമാരായി യോഗം നിയന്ത്രിച്ചു. മനോഹരമായ ക്ലാസിക്കൽ നൃത്തവും ശ്രുതിമധുരമായ ഗാനമേളയും യോഗത്തിന് പകിട്ടേകി. വിഭവസമൃദ്ധമായ ഡിന്നർ ദിൽബാർ റെസ്റ്റോറന്റ് പങ്കെടുത്തവർക്കായി ഒരുക്കി. വാർഷിക ഫാമിലി സംഗമത്തിൽ പങ്കെടുത്ത ഏവർക്കും ചടങ്ങ് അവിസ്മരണീയമായിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@tmaliali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.